ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായി എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കിരിക്ക റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കിരിക്ക എന്ന് പറയുന്നത് നമ്മുടെ കല്ലുമ്മക്കായ അല്ലേ, കല്ലുമ്മക്കായ കൊണ്ടുണ്ടാക്കുന്ന ഒരു വടയാണ്, അതായത് കടുക്ക വട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 1.5 കഷ്ണം വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കടുക്ക കേട്ടോ. കടുക്ക എടുത്തിട്ടുണ്ട്. കടുക്ക ഞാൻ പുഴുങ്ങിയെടുത്തതാണ്, അതിൻ്റെ വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, അതായത് കടുക്ക പുഴുങ്ങി കിട്ടുന്ന ആ വെള്ളം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മസാലകളാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിപ്പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പെരുംജീരക പൊടിയാണ് കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. 1 സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദ ചേർത്തതുപോലെ തന്നെ 1 സ്പൂൺ അരിപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ടും ഓരോ സ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ 2 സ്പൂൺ എടുക്കണം കേട്ടോ. കാരണം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടി കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ 1 സ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് 1/2 സ്പൂൺ കോൺഫ്ലവർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കടുക്ക കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്യുന്നതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ കടുക്കയുടെ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ കടുക്കയുടെ ഈ വെള്ളം കൂടെ ചേരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തുകൊണ്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആ കടുക്കയുടെ വെള്ളം മുഴുവനും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്കിൽ വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ഉള്ളിവടക്കൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഈ പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാത്രം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ സ്പൂണ് വീതം മാവ് എടുത്തുകൊണ്ടിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാവിൻ്റെ ഒരു ഭാഗം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇത്. ഈ ഒരു ഐറ്റം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കടുക്ക കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരത്തെ നല്ല കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കാനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതാ മുഴുവനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിരിക്കയുടെ 2 ഭാഗവും നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നൊന്നും കോരി മാറ്റാം. ഇതുണ്ടാക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ പൊരിച്ചതെല്ലാം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ പൊരിച്ചെടുക്കാം.
അപ്പം നമ്മുടെ കിരിക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ വട അല്ലെങ്കിൽ കടുക്ക വട ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് കടുക്ക കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.